ചപ്പാത്തിക്ക് ഒരു വെജിറ്റബിൾ കറി ഇട്ടാൽ ഇതുണ്ടാക്കാനായിട്ട് 5 സബോള ഇതുപോലെ കഷ്ണങ്ങളായി കൊത്തി അരിഞ്ഞത്, 2 തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, ഇത്രയും സാധനം നമുക്ക് വേണ്ടത്. കടായി അടപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടേണ്ടത് പിന്നെ ഇതാണ് കേട്ടോ, സബോളയാണ്. ഈ സമയത്ത് സബോള ഇടുക നന്നായിട്ട്. കടായിലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. ചൈനീസ് സ്റ്റൈലിലും നല്ല രസത്തിലും ടേസ്റ്റിലും കിട്ടും കേട്ടോ കടായി പാത്രമാണെങ്കിൽ. ഇത് നന്നായിട്ട് മൂക്കണം വരെ നമുക്കിതാ ഈ നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി അടി പിടിക്കാണ്ട് ഇളക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്കിത് ഈ പരുവാവും. ഇത് നന്നായിട്ട് വലിഞ്ഞ് ഈ ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണമാണ് കേട്ടോ ചൈനീസിൻ്റെ പോലത്തെ. ഈ സമയത്ത് നമുക്കിതിൽ തക്കാളി ഇടാം കേട്ടോ. 2 തക്കാളി ഉണ്ടല്ലോ. അപ്പോൾ ഈ തക്കാളിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. തക്കാളി ഉടയൊന്നുമില്ല കേട്ടോ കടായി പാത്രം ആയതുകൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇടാം കേട്ടോ. ക്യാപ്സിക്കം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട്, ക്യാപ്സിക്കം അധികം ഒന്നും വേവണ്ട കേട്ടോ ഈ സമയത്ത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കോൺഫ്ലവറിൻ്റെ കുറച്ച് കലക്കി ഒഴിക്കാം. നമ്മൾക്ക് ഗ്രേവി അത്ര വേണ്ട ചപ്പാത്തിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ തിക്കായിട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കണേ കേട്ടോ. ഇതേപോലെ ഇത് ഇത്രയും നേരം വേണ്ടോ ഇതേപോലെ റെഡി. ഇപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചൈനീസ് സ്റ്റൈലിലുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക. 2 സ്പൂൺ വിനാഗിരിയും ഒരു 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചൈനീസ് കറിയുടെ ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുണ്ടെങ്കിൽ ഇത് ഒഴിക്കണം എന്നില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇത് ഒഴിക്കണം എന്നില്ല. അല്ലാത്തതോ ഇനിയിപ്പോൾ ഇതിൽ ഗ്രേവി കുറച്ച് വേണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ച് 2 സ്പൂണ് കലക്കിയിട്ട് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ തിക്ക് ഗ്രേവി ആയിട്ടും കിട്ടും. അപ്പോൾ ശരിക്കും ചൈനീസ് കറിയുടെ ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. ഇതുപോലെ വെജിറ്റബിൾ കറി ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് സൂപ്പർ കറിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. വേറെ ഒന്നും വേണമെന്നില്ല, അടിപൊളി ടേസ്റ്റാണ്.